നമ്മളൊരു വിദ്യാർത്ഥി സംഘടനയാണ്. സ്വാഭാവികമായും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, മദ്രസയിലും അറബിക് കോളേജിലും ദർസിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ്. പിന്നെ നമ്മുടെ സംഘടനയുടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഒട്ടേറെ വലിയ വലിയ പദ്ധതികളുമായിട്ട് സംഘടന മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥിത്വം കഴിഞ്ഞതിന് ശേഷവും ഇതിന്റെ പ്രവർത്തന മേഖലയിലുള്ള ആളുകളുണ്ടാകും. നമ്മുടെ വികായ പോലെ മറ്റു പല നമ്മുടെ ഉപവിഭാഗങ്ങളെപ്പോലെയുള്ള വലിയ സംവിധാനങ്ങളും സ്ഥാപനങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ പ്രായപരിധിയിലുള്ള ആളുകളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംഘടനാ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെയുള്ള മറ്റു പല മത വിദ്യാർത്ഥി സംഘടനകളെക്കാൾ, രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളെക്കാൾ വലിയ ചില സേവനങ്ങളും പ്രവർത്തനങ്ങളും നടത്താൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിൽ വലിയ സ്വീകാര്യത ലഭ്യമാകുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ജാരിയയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നേതാക്കൾ ആഹ്വാനം ചെയ്തപ്പോൾ അതിലേക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രതികരണം. കാരണം SKSSFന്റെ പ്രവർത്തനങ്ങൾ അവരെ വിശ്വസിച്ച് പണമേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് സത്യസന്ധമായും സുതാര്യമായും അവരത് ഏത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ആ അർത്ഥത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകും, നടപ്പിലാക്കുമെന്ന വിശ്വാസം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ഒരുപക്ഷെ നമ്മേക്കാൾ അംഗസംഖ്യയുള്ള, നമ്മേക്കാൾ സ്വാധീനമുള്ള, നമ്മേക്കാൾ സാമ്പത്തിക ശേഷിയുള്ളവരുടെ പിന്തുണയുള്ള എത്രയെത്ര വിദ്യാർത്ഥി സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥി സംഘടനകളുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ജാരിയ പോലെയുള്ള ഒരു വലിയ ഫണ്ട് സമാഹരണത്തിന് സാധ്യമായിട്ടില്ല. അതിന്റെ കാരണം എന്താണ്? അത്തരം സംഘടനകളെ വില കുറച്ച് കാണാനല്ല ഞാൻ പറഞ്ഞത്. ആ സംഘടനകൾക്കൊക്കെ ഉള്ളതിനേക്കാൾ വലിയ സ്വീകാര്യത, അംഗീകാരം നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് സമൂഹത്തിലുണ്ട് എന്നതുകൊണ്ടാണ്.